കല്ലറയിൽ നിന്ന് ഉദ്ധാനം ചെയ്യുന്നത് ആരും കണ്ടിട്ടില്ല. അതിന് ദൃക്സാക്ഷികളില്ല. കല്ലറയുടെ തൊട്ടടുത്ത് കരഞ്ഞും പിഴിഞ്ഞും നിൽക്കുമ്പോഴാണ് യേശു മഗ്ദലന മറിയത്തിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ഞായറാഴ്ച നേരം വെളുത്തു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. യേശു പത്രോസിനും മറ്റു പല ശിഷ്യന്മാർക്കും ഗലീലി കടൽക്കരയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ വഞ്ചിയിൽ നിന്ന് മീൻ പിടിക്കുകയായിരുന്നു. ജെറുസലേമിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയായിരുന്ന എമ്മാവൂസിലേക്ക് പോയ ക്ലെയോപ്പാസനും കൂട്ടുകാരനും യേശു ഒരു സഹയാത്രികനെ പോലെ ഒരു സന്ധ്യയ്ക്ക് പൊതുവഴിയിൽ വെച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്. യഹൂദരെ ഭയന്ന് കതകുകൾ അടച്ച് മറ്റ് ശിഷ്യന്മാരോടൊപ്പം ഒരു വീട്ടിലായിരിക്കുമ്പോഴാണ് തോമാസ് ലീഹായ്ക്ക് യേശു പ്രത്യക്ഷനായത്. വലിയ പൊങ്കോടും ധാർഷ്ട്യത്തോടും കൂടി യാത്ര ചെയ്ത സാവൂളിനെ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ചാണ് യേശു വിളിച്ചത്. ഇവരുടെ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് സ്വർഗത്തിലെ വേട്ടപ്പട്ടി എന്ന പ്രസിദ്ധ കവിതയിൽ എന്ന പോലെ യേശുവിന് നമ്മളെല്ലാവരും എപ്പോഴും പ്രാപ്തരാണ്. ആരും ഒരിക്കലും അപ്രാപ്തരല്ല. ഏതു ദിശയിൽ നിന്നും അവന് നമ്മിലേക്ക് ഓടിയെത്താം. അവൻ വിളിപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്തുണ്ട്. അപ്പോഴാണ് ഉള്ളിൽ തട്ടി നമുക്ക് പറയാൻ പറ്റുന്നത് ക്രൈസ്തവം. യേശുവിനെ കണ്ടപ്പോൾ എന്തായിരുന്നു ഇവരുടെ പ്രതികരണങ്ങൾ? താൻ നഗ്നനാണെന്നോർത്ത് പുറംകുപ്പായം എടുത്ത് ധരിച്ച് പത്രോസ് വഞ്ചിയിൽ നിന്നും കടലിലേക്ക് ചാടി. അത് തൻ്റെ പാപബോധത്തിൻ്റെയും ഇല്ലായ്മയുടെയും പ്രതീകമാണ്. തിരുസന്നിധിയിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ലെന്നുള്ള തിരിച്ചറിവ്. ഫ്രാൻസിസ് പാപ്പയോട് ഒരു അഭിമുഖത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഉടനെ വന്നു പാപ്പയുടെ മറുപടി, അയാളെ ഞാനൊരു പാപിയാണ്, പാപിയായ മനുഷ്യനാണ്. ഈ ശൈലി ഇടയ്ക്കിടെ കേട്ട് പിന്നീട് ഒരിക്കൽ മറ്റൊരാൾ പാപ്പയോട് പറഞ്ഞു, I am surprised at this. അതിന് പാപ്പ പറഞ്ഞ മറുപടി വൈറലായിരുന്നു. പാപ്പ പറഞ്ഞു, I am surprised at your surprise. എമ്മാവൂസിലേക്ക് പോയവർക്ക് ഹൃദയം ജ്വലിക്കുന്ന അനുഭവമാണ് പങ്കുവയ്ക്കാനുണ്ടായിരുന്നത്. സംശയങ്ങൾ മാറിയപ്പോൾ തോമാസ് ലീഹ നടത്തിയ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് സുപരിചിതമാണ്. സാവൂളിന് തൽക്കാലത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ട് തൻ്റെ യാത്രയുടെ ദുരുദ്യമത്തിൽ നിന്ന് പിൻവലിഞ്ഞു. നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, യേശു മഗ്ദലനയോട് പറയുന്നുണ്ട്. അവൾ യേശുവിനെ വാഹനത്തിൽ കെട്ടിപ്പിടിച്ച് ആരാധിക്കുകയും സ്നേഹിക്കുകയുമായിരുന്നു. ഈ വിശുദ്ധ വികാരങ്ങളോട് ചേർന്ന നമുക്ക് ഹൃദയം ചേർത്ത് വെച്ച് പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം. യേശു തൻ്റെ പീഡാനുഭവത്തിനെയും ഉയർപ്പിനെയും കുറിച്ച് ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ ശിഷ്യന്മാരെ ഒരുക്കുന്നുണ്ട്. ആദ്യത്തെ 3 സുവിശേഷങ്ങളിലായി മത്തായിയും മാർക്കോസും
ലൂക്കായും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതായി കാണാം. എന്നിട്ട് ഇക്കാര്യങ്ങളൊന്നും അവർ ഗ്രഹിച്ചില്ല. ഈ പറഞ്ഞതിൻ്റെ പൊരുൾ അവരിൽ നിന്നും മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ സംസാരിച്ചവ അവർ മനസ്സിലാക്കിയിരുന്നില്ല. ശിഷ്യന്മാരുടെ കാര്യമാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ഉത്ഥാനം അതൊരു മഹാത്ഭുതമാണ്. അത് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ഒരു ദൈവിക രഹസ്യമാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തമാണ്. നമ്മൾ അതിൻ്റെ ആഴവും അർത്ഥവും അറിയുന്നുണ്ട്. ജോൺ അച്ഛൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഇതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത് വായിച്ച് നമുക്ക് വളരാം. സ്ലീഹ പറയുന്നു, എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു. ലോകത്തിനൊന്നും തരാൻ പറ്റാത്തത്ര സ്നേഹവും സന്തോഷവും സമാധാനവും നമ്മുടെ വിശ്വാസത്തിന് നമുക്ക് തരാനാവും. ഈ വിശ്വാസം കൈമുതലായിട്ടുള്ളവർക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സർവഭയങ്ങളും ഇല്ലാതാവും. ഭയം രാഷ്ട്രഭാഷയായിട്ടുള്ള ഈ കാലത്ത് നമ്മുടെ വിശ്വാസം ഒരു നീല താമരയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ